തമിഴ്നാട്ടിൽ ബി.ജെ.പി. ശക്തി കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ണാമലൈ നടത്തുന്ന പദയാത്ര വൻ വിജയകരമായി മാറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും സ്റ്റാലിൻ സർക്കാരിന്റെ ഉറക്കമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പദയാത്രയിലേക്ക് വൻ ജനപ്രവാഹമാണ് കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ശക്തി തെളിയിക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. അണ്ണാമലയുടെ ശക്തി പ്രകടനത്തിൽ സ്റ്റാലിൻ സർക്കാർ ഭയന്നിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായുള്ള തമിഴ്നാട് സന്ദർശനം. ജനുവരിയിൽ 2 തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തിയത്. തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനത്തിനും പിന്നീട് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനും മുന്നോടിയായി തിരുച്ചിറപ്പള്ളി, രാമേശ്വരം, ധനുഷ്കോടി എന്നിവിടങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനുമായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. ഇപ്പോഴിതാ ഫെബ്രുവരി 25-ന് വീണ്ടും എത്തുന്നു. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയുടെ സംസ്ഥാനതല പദയാത്രയുടെ സമാപനവുമായി തിരുപ്പൂരിൽ നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി എത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ശക്തി പ്രകടനമെന്ന നിലയ്ക്ക് പരിപാടി വൻ വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന നേതൃത്വം. സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടി അണികളെയും 25-ലെ പരിപാടിയിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊങ്കുനാട് മേഖലയിൽ ബി.ജെ.പിക്ക് നല്ല സ്വാധീനമുള്ള കോയമ്പത്തൂരും നീലഗിരിയും പിടിക്കുകയെന്നതാണ് ലക്ഷ്യം. കോയമ്പത്തൂരിൽ നേരത്തെ പാർട്ടി നേതാവ് സി.പി. രാധാകൃഷ്ണൻ MP ആയിരുന്നു. മറ്റു പാർട്ടികളുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോഴും പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ മണ്ഡലമാണിത്. സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമല ഇത്തവണ കോയമ്പത്തൂരിൽ മത്സരിക്കുമെന്ന ശ്രുതിയും ഉയരുന്നുണ്ട്. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അടുത്തിടെ അണ്ണാമല പ്രവർത്തനം സജീവമാക്കിയതോടെ ഇത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അണ്ണാമലയ്ക്ക് താല്പര്യമെങ്കിൽ സൗത്ത് MLA-യും മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷയുമായ വാനിത ശ്രീനിവാസന്റെ പേരും സജീവമായി പറയുന്നുണ്ട്. നീലഗിരി മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. പട്ടികജാതി സംവരണ മണ്ഡലമായ നീലഗിരി ബി.ജെ.പിക്ക് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ്. 1998-ലും 99-ലും നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പി. നേതാവായ നിലവിലെ MP DMK-യിലെ A. രാജയ്ക്കെതിരെ അഴിമതി കേസുകളും മറ്റും നിലവിലുള്ളതിനാൽ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ശക്തിയാർജിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.